ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കെല്ലാവർക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പം കുറച്ച് ദിവസമായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഇതാ നമ്മൾ സൗദിയിൽ റിയാദിലൊന്ന് പോയിട്ടുണ്ടായിനി. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ സൗദിയിലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണതും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പെട്ടെന്നുണ്ടായ യാത്രയിനി ഇക്കാക്ക് ഏതായാലും റിയാദിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളും അങ്ങനെ കൂടെ വന്നതാ. മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ബോർഡറൊക്കെ കിടക്കാൻ രാത്രി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ ബോർഡർ കഴിഞ്ഞപാട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിനി. അപ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് ചിപ്സും ജ്യൂസൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചതേനി കേട്ടോ. അപ്പോൾ അവിടെ കയറിയും പാട് ഇതാ കുഞ്ഞു കുഞ്ഞു കാറൊക്കെ കണ്ടപ്പം നമ്മളെ ജോയ്മോന് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനക്ക് ഇതുപോലത്തെ കാറും ബസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ ഇതുപോലത്തെ ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ് കേട്ടോ പറയണത്. ഇത് ജോയിൻ്റെ കയ്യിലുണ്ട്, അതൊക്കെയാണ് പറയണത്. പിന്നെ ഒരു കാറ് കണ്ടപ്പോൾ അത് ഓൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പം അത് നോക്കിയെടുത്തിട്ട് അത് ബില്ലാക്കണം എന്ന് പറഞ്ഞ് അതങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഷോപ്പ് കഴിഞ്ഞ് അടുത്തൊന്നും പിന്നെ ഒരു ഷോപ്പ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഒരു ഷോപ്പ് കാണുക. അതും പെട്രോൾ പമ്പിൻ്റെ ഉള്ളിലൊക്കെ ആവും കേട്ടോ. പിന്നെ ഇതുപോലെ ആരുമില്ലാത്ത സ്ഥലത്ത് കൂടെ ആവട്ടെ നമ്മൾ കുറേ നേരം യാത്ര ചെയ്യേണ്ടത്. റോഡിന് രണ്ട് സൈഡിലും മരുഭൂമിയൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഇട്ടുള്ളത്. അപ്പോൾ ആ ഒരു മരുഭൂമിക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ ദൂരത്ത് ഇങ്ങനെ വെളിച്ചമൊക്കെ കാണാം. അവിടെ ചിലപ്പം ആടിനെയും ഒട്ടകത്തിനൊക്കെ നോക്കണവരാവും ഉള്ളത് എന്നാട്ടോ തോന്നുന്നത്. കുവൈത്തിൽ നിന്ന് ഏകദേശം ഒരു 7 മണിക്കൂറാണ് കേട്ടോ റിയാദിക്കുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ റിയാദിലെത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ കെയിൻസ് നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇവിടുത്തെ ചിക്കൻ സ്ട്രിപ്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. പിന്നെ സൗദിയിൽ വന്നാൽ ദിയമോക്ക് ഇവിടുത്തെ അൽബേക്ക് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പം നമ്മൾ അൽബേക്ക് കുറേ തെരഞ്ഞു കിടന്നിട്ട് കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ കയറിയത്. അപ്പോൾ ഓളെ പോലെ അൽബേക്ക് ലവേഴ്സ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഹോട്ടൽ റൂം നമ്മൾ വരുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിനി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് പോയി. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ഇനി കേട്ടോ. ഇനി ഇതാ പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതാ രാവിലെ നീറ്റിട്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് നോക്കിയതാണ്. ഇവിടുത്തെ എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പൂളിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നിനുമല്ല. ഇവിടെ ഇതാ ഒരു കുഞ്ഞു കിച്ചണാണ് ഇട്ടുള്ളത്. അതിൽ ഓവണും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഉണ്ട്. ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പാത്രങ്ങളും ഗ്ലാസും പ്ലേറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ രാവിലെ കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്ലാസും കെറ്റിലൊക്കെ നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതാ കട്ടനൊക്കെ കുടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. ശരിക്കും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ പൈസ പേ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടല്ല കേട്ടോ പേ ചെയ്തത്. അതെന്തോ മിസ്റ്റേക്ക് വന്നതാ. ഇതാണ് കേട്ടോ ബെഡ്റൂം. പിന്നെ ഒരു ഹോൾ റൂമും കിച്ചണും ബാത്റൂമാണ് കേട്ടോ വരുന്നത്. മക്കളൊക്കെ ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. എന്താ വെച്ചാൽ പൂള് ചാടാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ മാറ്റി റെഡി ആയതേനു. പക്ഷേ നമ്മൾ അവിടെ ഒന്ന് നടന്നു നോക്കിയ സമയത്ത് പൂളിൻ്റെ അവിടെ ക്ലോസ് ചെയ്യുന്നു കേട്ടോ. അവിടെ എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിനി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പിന്നെ പൂള് യൂസ് ചെയ്യാൻ പറ്റൂല എന്നൊന്നും നമ്മളോട് നേരത്തെ ഒരു പറഞ്ഞിട്ടില്ല. നമ്മളിതാ നെക്കിൽ മോൾക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തിയമ്പാട് ജോയ്മോന് പ്ലേ ഏരിയയാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഓന് അവിടെ കയറിയേ പറ്റുള്ളൂ. പിന്നെ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ട് അങ്ങനെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം സോയി കളിക്കുന്ന കാര്യമൊക്കെ മറന്നിട്ടുണ്ടാവും എന്നാട്ടോ വിചാരിച്ചത്. പക്ഷെ ആള് നേരെ ഓടിയത് ആ ഒരു സൈഡിലേക്ക് ഇനി. പിന്നെ അവിടെ കുറച്ച് നിന്ന് കളിക്കാന്നല്ലാതെ യാതൊരു നിവൃത്തിയില്ലല്ലോ. ഇങ്ങനത്തെ പ്ലേ ഏരിയയിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വരാൻ വലിയ പാടാണ് കേട്ടോ. പിന്നെ കച്ചറിയും കരച്ചിലും എല്ലാം ആവും. ഇവിടുന്ന് എത്ര വിളിച്ചിട്ടും മോന് വരുന്നില്ലേനി കേട്ടോ. പിന്നെ ഒരു ലോലിപോപ്പ് കൈ കൊടുത്തപ്പം ആള് നമ്മളെ കൂടെ വന്ന്. പിന്നെ റിയാദിൽ എൻ്റെ മാമനുണ്ട് കേട്ടോ. അപ്പം ഞാനും ഓരും തമ്മിൽ കണ്ടിട്ട് ഏകദേശം ഒരു 8 വർഷമൊക്കെ ആയിട്ടുണ്ട്. ജയമോക്ക് ഒരു 40 ദിവസം ഉള്ളപ്പോഴാണ് കേട്ടോ ഒരു കാണുന്നത്. പിന്നെ ഇതാ വലിയ കുട്ടിയായപ്പോഴാണ് കേട്ടോ പിന്നെ കാണുന്നത്. ജോയ്മോനെ ഇതാ ആദ്യമായിട്ടാണ് കാണുന്നത്. ദിയമോളെ അതേപോലെ ചെറിയ കുട്ടിയായപ്പോഴല്ലേ കണ്ടത്. ഇപ്പം ദിയമോളും വലുതായല്ലോ. അപ്പൊ ഏതായാലും ഇതാ നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പം ഓര് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ.
പിന്നെ സോയിമോൻ എടുത്തപ്പോൾ അങ്ങനെ പരിചയക്കുറവൊന്നും കാണിച്ചില്ല കേട്ടോ, വേഗം എടുക്കാനൊക്കെ സമ്മതിച്ച്. മാമനാണെങ്കിലും നമ്മൾ ഇക്കാക്കാന്നാട്ടോ വിളിക്കല്. അപ്പോൾ ഒരിതാ വരുമ്പോൾ കുറേ ജ്യൂസും ചിപ്സും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഏതായാലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മാമനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് അത് കഴിഞ്ഞപ്പോൾ റൂം ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിനി. പിന്നെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ച് നമ്മൾ പോവാണ് കേട്ടോ. വണ്ടിന്റെ ബാക്കിൽ ജോയ്മോനും ജയമോളും ഒക്കെ ഭയങ്കര സെറ്റപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്. അവർക്ക് കളിക്കാനും ഉറങ്ങാനൊക്കെ ഉള്ള സൗകര്യം അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ജോയ്മോന് പിന്നെ വണ്ടിയിൽ കയറിയാൽ ബാക്കിൽ വരുന്ന വണ്ടീൻ്റെ പേരും അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുക. അത് വണ്ടി ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയൊരു വണ്ടി ഭ്രാന്തനാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ റിയാദറ്റം വന്ന സ്ഥിതിക്ക് ബോളിവുഡ് വേൾഡും ബോളിവുഡ് സിറ്റിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇത് റിയാദിൽ എവിടെ ഏതാ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പം കേബിൾ കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പം ദിയമോക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം അത് കണ്ടപ്പം തന്നെ ദിയമോളും ജയമോളും പറയുന്നത് നമുക്ക് എന്തായാലും അതിൽ കയറണം എന്നാണ്. അപ്പോൾ അത് അവിടുന്ന് ചോദിച്ചപ്പോഴാണ് അറിയണത് അത് ബോളിവുഡ് വേൾഡിൻ്റെതാണ് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ടിക്കറ്റ് ഇവിടുന്ന് കിട്ടൂല എന്നുള്ളത് ഇവരോട് ചോദിച്ചപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അതിന് വി ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, അതാണെന്നാട്ടോ തോന്നുന്നത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ആ ഒരു ആപ്പ് ഫോണിലോ ലാപ്പിലായിട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിലാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ അതിൽ നോക്കിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ നമുക്ക് തരിക. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ കുവൈത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ നോക്കാനോ ഒന്നും നിന്നില്ല കേട്ടോ. ഇൻഷാ അല്ലാ ഇനി വേറൊരു ദിവസം വന്നിട്ട് അങ്ങനെ കാണാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് ബോളിവുഡ് സിറ്റിയാണ്. അപ്പോൾ ഇവിടേക്ക് കയറാൻ ടിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഓപ്പൺ ടൈം 4 മണിയാട്ടോ, വൈകുന്നേരം 4 മണിക്ക് ഇത് ഓപ്പൺ ആക്കുള്ളൂ. പിന്നെ രാത്രി 1 മണി വരെ ഉണ്ടെന്നാട്ടോ തോന്നുന്നത്. അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഓരോ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചിട്ടോ. പിന്നെ വരെ ഈ ഒരു ജ്യൂസ് ഗ്ലാസിന്റെ കളർ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, ആൾക്കാർക്ക് കുടിക്കാൻ തന്നെ തോന്നും. അങ്ങനെ ദാഹമൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്നിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഫുഡിൻ്റെതും അല്ലാത്തതൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു കളിക്കുന്ന സ്ഥലമാണെന്ന് തോന്നിയപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. അവിടെ നോക്കിയപ്പം ഒരുപാട് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ജോയ്ക്കും ജയക്കും ഈ ഒരു സ്ഥലം കണ്ടപ്പം ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ ഒരു കളിക്കാതെ വിടൂലല്ലോ. അങ്ങനെ കാർഡൊക്കെ എടുത്ത് ഓരോ കളിക്കാൻ വേണ്ടിയിട്ട് കയറ്റിട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരുപാട് സ്ലൈഡും നല്ല രസമുള്ള കളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വലിയവർക്കും പറ്റും കുട്ടികൾക്കും പറ്റും. ജോയ്മോൻക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പം ഞാനും ഓരോ കൂടെ കുറേയൊക്കെ കളിച്ചിട്ടുണ്ട്. ഇവിടെ 1/2 മണിക്കൂറാണ് തോന്നുന്നുണ്ട് കേട്ടോ സമയം. എത്ര റിയാലാണെന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ കുവൈത്തിലും ഇവിടെയും ഈ കളിക്കണമൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുവൈത്തിലാണ് ഒന്നുകൂടെ പ്രൈസ് കുറവ് എന്നാട്ടോ. ഇവിടെ കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയത്. ഏതായാലും അവിടുത്തെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മുകളിൽ പോയിട്ട് ഈ ഒരു പുറത്ത് കാണുന്ന സ്ലൈഡില്ലേ അതിലൂടെ ഇങ്ങനെ സ്ലൈഡാക്കി വരാം കേട്ടോ. പക്ഷെ ഇപ്പോൾ അവിടെ എന്തോ ക്ലോസ് ചെയ്തിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കയറിയ സമയത്ത് എനിക്കിത് അത്രയ്ക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇനി. പക്ഷേ നമ്മൾ പുറത്തിറങ്ങുന്ന ആ ഒരു ടൈമിൽ രാത്രി ആവാനായിട്ടുണ്ടായിനി കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റൊക്കെ വന്നപ്പം ഈ ഒരു ബോളിവുഡ് സിറ്റി കാണാൻ നല്ല അടിപൊളിയായിനി കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ ഇങ്ങോട്ട് കയറാനുള്ള ടൈം വൈകുന്നേരം 4 മണി മുതൽ രാത്രി 1 മണി വരെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ രാത്രിയിലാണ് ഈ ഒരു ബോളിവുഡ് സിറ്റിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെ തന്നെയാണ് കേട്ടോ തോന്നിയത്. പിന്നെ ആ കേബിൾ കാറിൽ കയറണമെന്ന് നല്ല പൂതി ഉണ്ടായിന് കേട്ടോ. എന്താ ചെയ്യുക, കയറാൻ പറ്റിയില്ലല്ലോ. ഇൻഷാ അല്ലാ ഇനി അടുത്ത പ്രാവശ്യം നോക്കാമല്ലേ. പിന്നെ ബോളിവുഡ് വേൾഡിലേക്ക് വരുന്നവർ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെട്ടായി നിങ്ങളും പെടും. ഇപ്പോഴും ആ ഒരു ആപ്പിൽ അങ്ങനെ ബുക്ക് ചെയ്യലാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ പോയപ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കാണട്ടോ കാര്യങ്ങൾ. ഇനി നമ്മൾ ഇവിടുന്ന് പോണത് ഇക്കാൻ്റെ എളാപ്പൻ്റെ മോനും വൈഫും ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാനാണ് കേട്ടോ പറഞ്ഞത്. ഇത് ഓരോ മോളാട്ടോ. അപ്പോൾ ഇവരെ കണ്ടിട്ട് ഒരുപാട് വർഷമായി. അപ്പോൾ റിയാദിൽ വന്നുകൊണ്ട് എല്ലാവരും കുറേ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റിയിട്ടോ.
ഈ മോളൊന്നും നമ്മൾ കണ്ടിട്ട് തന്നെ ഇല്ല കേട്ടോ, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഓരിവിടെ ആവും, പിന്നെ ഒരു നാട്ടിലുള്ള സമയത്ത് നമ്മളിവിടെ ആവും. അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ കാണാൻ പറ്റാത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ വന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷവർമ്മൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് എവിടെയാണെന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. റിയാദിലൊക്കെ ഉള്ളവർക്ക് അറിയുന്നുണ്ടാവും, ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ എന്തായാലും അറിയുമല്ലോ. പിന്നെ ഇതാ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഓരോട് യാത്ര പറഞ്ഞ് അങ്ങനെ പോകുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ കുവൈത്തിലേക്കാണ്. രാത്രി കഴിയുന്നതും യാത്രകളൊക്കെ ഒഴിവാക്കുകയാണ് കേട്ടോ നല്ലത്. നമുക്ക് പിന്നെ മക്കൾക്ക് പിറ്റേ ദിവസം സ്കൂളും ഇക്കാക്ക് ഓഫീസൊക്കെ ഉണ്ടായിനി, അതുകൊണ്ടാണ് ഇന്ന് തന്നെ തിരിച്ചു പോണത്. അതിൻ്റെ ഇടയിൽ ദിയമോൾ അൽബേക്ക് വാങ്ങാൻ മറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് അൽബേക്കൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അൽബേക്ക് കിട്ടിയപ്പോൾ ഒരു ചിരി കണ്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.